പറഞ്ഞ് വബ്ദ ബിമാ യലീക്, നീ സദഖ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ വബ്ദ ബിമാ യലീക്, നീ നിന്റെ ബന്ധുക്കളിൽ നിന്ന് അത് ആരംഭിക്കുക. വാപ്പാക്ക് സക്കാത്തിന്റെ പൈസ കൊടുത്ത് രക്ഷപ്പെടാൻ ഇല്ല, അത് വേറെ വിഷയം, ഞാൻ പിന്നെ പറയാം. ഞാൻ പറഞ്ഞ സദഖകളാണ്. സദഖ കൊടുക്കുമ്പോൾ വബ്ദ ബിമാ യലീക്, സ്വന്തം കൂട്ടുകുടുംബങ്ങൾ ബന്ധുമിത്രാദികൾ ആരംഭിക്കുക. അദ്ദേഹം എന്താ ചെയ്തെന്നറിയോ? ഇത് ഒന്നിച്ച് വാങ്ങി. അപ്പൊ കടകളിൽ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് 50 രൂപക്ക് കിട്ടുന്ന സാധനം ഇവിടെ 35 രൂപക്ക് ഹോൾസെയിലായിട്ട് കിട്ടി. കാരണം എന്താ? ക്വാണ്ടിറ്റി കൂടുതലുണ്ട്. എല്ലാം എടുത്തു. എന്നിട്ട് ജ്യേഷ്ഠന്റെ വീട്ടിൽ കുറച്ചു, അനുജന്റെ വീട്ടിൽ കൊടുത്തു, വാപ്പ ഉമ്മായി താമസിക്കുന്ന തറവാട്ടിൽ അനുജനാണെങ്കിൽ അവിടെ കുറച്ച് കൊടുത്തു, മകളെ വിവാഹം കഴിച്ച സ്ഥലത്ത്, അങ്ങനെ എല്ലാ സ്ഥലത്തും കൊടുത്തു. അദ്ദേഹത്തിനൊരു 10,000-15,000 രൂപ ഇനി ചെലവഴിച്ചിട്ടുണ്ട്. അവരുടെ വീടുകൾ റമദാൻ ആരംഭിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി ആരംഭിക്കാം, ഒരു അൽഹംദുലില്ലാഹ് കിട്ടാം, അല്ലെ? പ്രതിഫലങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞ? അശറത്തു അംസാലിൻ ഇലാ 700 ളഅഫ് എന്ന് പറഞ്ഞത്. ഒരു സാധാരണ നിലക്കൊരു സൽക്കർമ്മം ചെയ്താൽ 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ കൊടുക്കുന്നതാണ്. റമദാൻ മാസത്തിൽ എന്താ പ്രത്യേകത? റമദാൻ മാസത്തെ കുറിച്ച് പറഞ്ഞു ഇല്ല സൗം, നോമ്പൊഴികെ. നോമ്പൊഴികെ എപ്പോഴേ നോമ്പ്? ഈ ഫർളായ നോമ്പിന്റെ കാര്യം പറഞ്ഞേ. ഈ ഒരു മാസമോ 29 ദിവസമോ നമ്മൾക്ക് കിട്ടുന്ന ഈ നോമ്പുണ്ടല്ലോ, ആ നോമ്പൊഴികെ ബാക്കിയുള്ള സമയത്ത് നമ്മൾ പ്രയാസത്തിൻ്റെ സമയത്തും ഒരു മനുഷ്യന് ദാനം ചെയ്യുന്ന ദാനത്തിന് അല്ലാഹയാണ് പ്രതിഫലം നിശ്ചയിക്കുന്നത്. നമുക്ക് കിട്ടും. അത് 10 ഇരട്ടി മുതൽ എവിടം വരെ ആകാം? 700 ഇരട്ടി വരെ ആകാം. നിങ്ങൾ കണക്കൂട്ടിക്കോ അതിൻ്റെ കണക്ക്. നമ്മുടെ കാൽക്കുലേറ്റർ മതിയാവൂല ചിലപ്പോൾ, പടച്ചോൻ്റെ കണക്കൂട്ടൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇല്ല സൗം, നോമ്പൊഴികെ. എന്താ നോമ്പിൻ്റെ പ്രത്യേക? ഇത് ഖുദ്സിയായ ഹദീസാണ്. പടച്ചോൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയുക. അപ്പൊ അള്ളാഹു പറയാണെന്ത്? അസ്സൗമുലി, പടച്ചോൻ എന്താ പറഞ്ഞത്? ഈ നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുന്നതെന്നാ. നോമ്പ് അത്രമാത്രം വ്യക്തിഗതമായൊരു ഇബാദത്താ. ഞാനും പട്ടിണി കിടന്നു, ഒരു തുള്ളി വെള്ളം കുടിച്ചോ? ഇല്ല. എൻ്റെ ഭാര്യയും പട്ടിണി കിടന്നു, അവൾ ചെയ്തതും ഞാൻ ചെയ്തതും പ്രായോഗികമായ എന്താ? പാനീയങ്ങൾ ഉപേക്ഷിച്ചു, എല്ലാം ഉപേക്ഷിച്ചു. പക്ഷെ പ്രതിഫലം കണക്കൂട്ടുമ്പോൾ എങ്ങനെയത് വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം അവനവൻ്റെ മനസ്സിൻ്റെ ഈമാൻ അനുസരിച്ച്. അതാണ് നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞ നോമ്പ് തികച്ചും രഹസ്യ സ്വഭാവങ്ങൾ ഏറെയുള്ള ഒരു ഇബാദത്താണ്. നിസ്കരിക്കുന്നത് കാണാൻ പറ്റും ആളുകൾക്ക്, അല്ലേ? പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ടും അല്ലാതെയൊക്കെ നിസ്കരിക്കും. പക്ഷെ നോമ്പ് അറിയില്ല. ഒരു ചെറിയ സെക്കൻഡ് കിട്ടിയാൽ മതിയല്ലോ ഒരു വെള്ളം കുടിക്കണമെങ്കിൽ കുടിക്കാം. അത്രമാത്രം പവിത്രത. പകൽ സമയങ്ങളിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ പാടില്ല, നിയന്ത്രിക്കണ്ടേ? വേണം. അത് ലംഘിച്ചാലോ വലിയ പ്രായശ്ചിത്തമാണ് അതിനെ നിശ്ചയിച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇതൊക്കെ സഹിച്ചൊരു മനുഷ്യൻ ചെയ്യുന്ന ഈ നോമ്പൊഴികെ എന്ന് പറഞ്ഞാൽ ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അതിന് അളവില്ല, തോതില്ല എന്നതാണ്.